ഗായ്സ്, അപ്പം ഞാൻ നിങ്ങൾക്കൊന്നൊരു സൂത്രം കാണിച്ചു തരാൻ വേണ്ടി പോവാണ് കേട്ടോ. അപ്പോൾ സത്യം പറഞ്ഞ് നമ്മൾ അടുപ്പേ വെച്ച് കത്തിച്ച് കളയണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ നിങ്ങൾ എന്തെങ്കിലും കാണുന്നുണ്ടോ? കണ്ടോ ഗായ്സ്, ഈ ഗ്രീൻ കളറുള്ള സാധനമാണ് കേട്ടോ നമ്മുടെ ഇന്നത്തെ വിഷയം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം അമ്മ വിറക് വെട്ടാൻ വേണ്ടി പോയപ്പം അതായത് നമ്മുടെ ഈ ഉണങ്ങിയ ഓലയില്ലേ, ഉണങ്ങിയ ഓല നോക്കുമ്പോണ്ട് ഒരു കുരുവീൻ്റെ ആണെന്ന് തോന്നുന്നു പക്ഷീൻ്റെ കൂട് കണ്ടു കേട്ടോ. അപ്പം അതെന്ത് പക്ഷീൻ്റെ ആണെന്ന് എനിക്കറിയത്തില്ല ഗായ്സ്. പക്ഷേ ആ പക്ഷീൻ്റെ കൂട് നിങ്ങൾ കണ്ടോ? ആ ഓലയിലായിട്ട് അതിങ്ങനെ ക്രിയേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ എന്തായാലും അതിൻ്റെ ഉള്ള പക്ഷി മുട്ടയിട്ട് കിളിയൊക്കെ വിരിഞ്ഞ് പോയിട്ടുണ്ട്. കാരണം ഈ പക്ഷികൾ മുട്ടയിടുന്ന സമയത്താണല്ലോ കൂടുകൾ ഉണ്ടാക്കുന്നത്. അത് കഴിഞ്ഞാൽ കിളിക്കുഞ്ഞൊക്കെ വിരിഞ്ഞ് കഴിയുമ്പോൾ അവർ ആ കൂട് ഉപേക്ഷിച്ചിട്ട് പോകും. അപ്പോൾ മുട്ടയിടുന്ന ടൈമിലാണ് കിളികൾ കൂടുണ്ടാക്കാറുള്ളത്. അതാണ് കേട്ടോ ഗൈസ് അതിൻ്റെ ഇത്. അപ്പോൾ അങ്ങനെ ഈ കിളിക്കൂട് നിങ്ങൾ നോക്കിയ ഉള്ളിലേക്ക് അത്രയും സേഫായിട്ടൊരു കുഴി പോലെ ഉള്ളിൽ, അപ്പോൾ നനയാതെ നല്ല രസത്തിലാണ് ആ കിളി എന്തായാലും കൂടുണ്ടാക്കിയേക്കുന്നത് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ പുറത്തേക്ക് കാണുന്ന ഗ്രീൻ കളർന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഈ തെങ്ങിലൊക്കെ ഒട്ടിപ്പിടിച്ചിരിക്കുന്ന പായലില്ലേ, അത് വെച്ചിട്ടാണ് ഉണ്ടാക്കിയിരിക്കുന്നത് കേട്ടോ. കണ്ടോ? അപ്പോൾ തൊട്ട് കഴിയുമ്പോൾ ശരിക്കും നമ്മൾ ഈ പഞ്ഞിയിൽ തൊടുന്ന പോലെയാണ് ഗായ്സ് എനിക്ക് തോന്നിയത്. അതുപോലെ അത്ര രസമായിരുന്നു. അതുപോലെ തന്നെ എന്താ പറയുക, ആ വെള്ള കളറിൽ കാണുന്ന നമ്മുടെ ഈ എട്ടുകാലി വല പോലത്തെ എന്തൊക്കെയോ വലയും കൊണ്ടൊക്കെ ആയിട്ട് അത്രയും സേഫായിട്ടാണ് ഈ കിളി കൂടുണ്ടാക്കിയിരിക്കുന്നത്. അപ്പം എന്തുകൊണ്ട് ഈ കൂട് കാണാൻ നല്ല രസമായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ എന്നും നമ്മളിവിടെ സൂക്ഷിച്ച് വെക്കാൻ വേണ്ടി പോവുകയാണ്. അപ്പോൾ ഈടെയായിട്ട് ഒത്തിരി പക്ഷിക്കൂടുകൾ നമുക്ക് കിട്ടുന്നുണ്ട് കേട്ടോ ഗായ്സ്. സൂപ്പർ.